നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം 2025 ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില സെൻറ്റേഴ്സൊക്കെ അവരുടേതായ ഒരു ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാധാരണയായിട്ട് നിലവിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 31 ആണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31 ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾക്കുള്ളിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അസൈൻമെൻറ്റ് എങ്ങനെയാണ് വാലിഡിറ്റി നോക്കിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് അസൈൻമെന്റ് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് 3 റീജിയണൽ സെന്റേഴ്സ് ആണ് കേരളത്തിലുള്ളത്: കൊച്ചിൻ, ട്രിവാൻഡ്രം ആൻഡ് വടകര. 3 റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിലായിട്ട് കുറേ കോളേജസ് ഉണ്ട്. അതാണ് നമ്മൾ സ്റ്റഡി സെന്റർ ആയിട്ട് സെലക്ട് ചെയ്യുക. നമ്മളുടെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളാണ് നമ്മൾ സ്റ്റഡി സെന്റർ ആയിട്ട് ചൂസ് ചെയ്യുക. നമ്മൾ കൊടുത്തിട്ടുള്ള RCയുടെ അതായത് റീജിയണൽ സെന്റേഴ്സിന്റെ അണ്ടറിൽ വരുന്ന, നമ്മളിപ്പോൾ വടകരയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോളേജ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അവിടെയാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സെന്റേഴ്സും ഓരോ ഡേറ്റുകളാണ് നമുക്ക് അസൈൻമെന്റ് സബ്മിഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യലി നമുക്കുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 31 ആണ്. എന്നാൽ നമ്മളുടെ ഈ SH തേവര, അതുപോലെ മാർ ഇവാനിയസ് കോളേജ്, JDT പോലെയുള്ള കോളേജുകൾ അവരുടേതായിട്ടുള്ള ഒരു ഡേറ്റും അതുപോലെ തന്നെ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിനും ടൈമിനും വേണം നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങളുടെ സെൻറ്റേഴ്സ്, നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ് എന്തെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ നിർബന്ധമായും വെക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് നമ്മളുടെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് വെക്കേണ്ടത് 2 ഇവാലുവേഷൻ ഷീറ്റാണ്. ഇതാണ് ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു പേഴ്സണൽ ഡാറ്റ ഷീറ്റ് വെക്കണം. അതിനുശേഷം ചില സെൻറ്റേഴ്സ് അവിടെ ID കാർഡിൻ്റെ കോപ്പി വെക്കാൻ പറയുന്നുണ്ട്, ചില സെൻറ്റേഴ്സ് പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സെൻറ്റേഴ്സ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ അതിനുശേഷമാണ് നമുക്ക് ആൻസർ എഴുതി തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു പേപ്പേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അസൈൻമെൻറ്റ് എത്ര സബ്മിറ്റ് ചെയ്തു എന്നതിനുള്ള ആകെയുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പാണ്. നമ്മൾ അസൈൻമെൻറ്റ് എഴുതിയതിൻ്റെ എണ്ണം ഇതിൽ രേഖപ്പെടുത്തും. അതിനുശേഷം ഇത് ഓഫീസിൽ കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് ഇത്ര അസൈൻമെൻ്റാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അവർ അതിൽ സൈൻ തരുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു പേപ്പർ, നമ്മളുടെ അസൈൻമെൻറ്റ് റിസൾട്ട് വരുന്ന അത്രയും ടൈം നമ്മളത് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ അസൈൻമെൻറ്റ് മിസ്സാവുകയോ അല്ലെങ്കിൽ നമുക്ക് മാർക്ക് അപ്ഡേറ്റ് ആയിട്ട് വരാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് RCയിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്തു എന്നതിനുള്ള തെളിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു തെളിവാണ് ഈ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിർബന്ധമായും ഓഫീസിൽ പോയിട്ട് നിങ്ങൾ വാങ്ങേണ്ട ഒരു പ്രൂഫാണ് ഇത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. ഈ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പിൻ്റെ താഴെയായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന അസൈൻമെൻറ്റിൻ്റെ കോപ്പി നമ്മൾ എടുത്ത് വെക്കണം എന്നുള്ളതാണ്. അത് കോപ്പി എടുക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല പേയ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സ്കാൻ ചെയ്ത് ഫോട്ടോ കോപ്പി നമുക്ക് നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് മിസ്സാവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ട് വരാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീസബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ റീസബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള അസൈൻമെൻറ്റ് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് വെക്കുക. ഇനി നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും പോയാൽ മതിയോ, അല്ല നിങ്ങൾ തന്നെ പോയിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതായത് ചില സെൻറ്റേഴ്സ് മാത്രമാണ് നിങ്ങളുടെ ID കാർഡൊക്കെ എടുത്ത് പോയിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സെൻറ്റേഴ്സിലും ആർക്ക് വേണമെങ്കിലും പോയിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ തന്നെ പോയിട്ട് ചെയ്യണമെന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൺലൈനിലാണോ അതല്ല ODL ആണോ എന്നുള്ളതാണ്. അതായത് ODL ആണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് സബ്മിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ പോസ്റ്റായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി ചില സെൻറ്റേഴ്സ് നമുക്ക് ഓൺലൈനായിട്ടും സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാറുണ്ട്.
എന്നാൽ ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഓൺലൈനായിട്ട് പ്രോഗ്രാം കൊടുക്കുന്ന ചില സെൻറ്റേഴ്സൊക്കെ ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ എന്താണോ പറയുന്നത് അതുപോലെ മാത്രം ചെയ്യുക. ഇനി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ അസൈൻമെൻറ്റുകൾ, അതായത് നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരു അസൈൻമെൻ്റ് അല്ല ഉണ്ടായിരിക്കുക, ഓരോ സബ്ജക്റ്റും നമ്മൾ ഓരോന്നായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറേ അസൈൻമെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ക്ലോത്ത് കവർ യൂസ് ചെയ്യുക. ക്ലോത്ത് കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റുകളൊക്കെ ഒരു പാക്കിലായതുകൊണ്ട് തന്നെ ഇത് മിസ്സാവാനുള്ള ചാൻസ് കുറയും. അതല്ല എങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അസൈൻമെൻറ്റ് മിസ്സാകാം. JDT സ്റ്റഡി സെൻറ്റേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള ക്ലോത്ത് കവർ വളരെ നിർബന്ധമാണ്. ഇതിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. എന്നാൽ ഈ കവറുകൾ നിങ്ങൾ സീൽ ചെയ്യാൻ പാടില്ല. കാരണം ഇതിലുള്ള അസൈൻമെൻറ്റുകൾ എന്നെ തിട്ടപ്പെടുത്തിയിട്ട് വേണം നമുക്ക് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ അസൈൻമെൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ പേജസ് ഒക്കെ കറക്റ്റായിട്ടാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. ഇനി അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് അതേപടി പകർത്തി എഴുതുകയോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് മുൻപ് സബ്മിറ്റ് ചെയ്തവരുടെ അതേപടി നോക്കി എഴുതുകയോ ചെയ്യാൻ പാടില്ല. കാരണം അത് നിങ്ങൾക്ക് 0 മാർക്ക് വരെ കൊണ്ടുവരാം. അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതുമ്പോഴാണ് കൂടുതൽ അതിന് മാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.